ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഈശോയോട് അടയാളം ആവശ്യപ്പെടുന്ന ഒരു ജനത. ഈ ആവശ്യത്തിൽ ഹൃദയത്തിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനാകുന്ന ഒരു ക്രിസ്തു. ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് ഇവ രണ്ടിനെയുമാണ്. ഈ സുവിശേഷ ഭാഗം എന്താണ് നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്? ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ഹൃദയ മനോഭാവം എന്താണ്? പ്രധാനമായും ഇന്നത്തെ സുവിശേഷം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് നമ്മുടെ തന്നെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെന്ന് ചിന്തിക്കുവാനായിട്ടാണ്. അല്ലെങ്കിൽ എപ്രകാരമുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസമെന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ്. തീർച്ചയായിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ടുള്ള ഒരു വിശ്വാസമാണ് എൻ്റേതെങ്കിൽ, സുവിശേഷത്തിൽ അസ്വസ്ഥനാകുന്ന ക്രിസ്തു എൻ്റെ ഈ ഹൃദയ വിചാരത്തിലും അസ്വസ്ഥനാകുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവം എന്നത് ഒരു അത്ഭുത പ്രവർത്തകനോ ഒരു അടയാളങ്ങൾ കാണിക്കുന്നവനോ മാത്രമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ചുരുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ, അതുവഴി ക്രിസ്തുവിൻ്റെ ഹൃദയം അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ, എൻ്റെ വിശ്വാസം ശരിയായിട്ടുള്ള ഒരു പാതയിലല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ്. എപ്രകാരമുള്ള ഒരു മനോഭാവത്തോടെ, സ്നേഹത്തോടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് അവകാശപ്പെടുകയും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഏക മാനദണ്ഡം ദൈവത്തോടുള്ള സ്നേഹം മാത്രമായിരിക്കണം. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, അടയാളങ്ങൾ വർഷിക്കുന്നവനാണ്, ഒത്തിരി പേരുടെ ജീവിതങ്ങളിൽ അസാധ്യമായിട്ടുള്ളത് സാധ്യമാക്കുന്നവനാണ്. പക്ഷേ ഒരു അത്ഭുതത്തിൻ്റെയോ അടയാളത്തിൻ്റെയോ പുറകെ പോയിട്ട് മാത്രമേ എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നൊരു മനോഭാവം എന്നിലുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പുറകെ പോകേണ്ടവരല്ല നമ്മൾ. മറിച്ച് അത്ഭുതമൊന്നും കണ്ടില്ലെങ്കിലും അടയാളങ്ങളൊന്നും ദർശിച്ചില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പോലും എനിക്ക് ദൈവത്തെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു എന്ന വലിയ മനോഭാവത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്തുവാനായിട്ടാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാഷയായ സ്വയം ത്യാഗം എന്ന ഒരു പ്രവൃത്തിയിലൂടെ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതും തിരിച്ചു പോയതും. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതും അതിലേക്കാണ്. ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കണം. അത്ഭുതങ്ങളോ അടയാളങ്ങളോ കണ്ടിട്ടല്ല, മറിച്ച് ഒന്നും കണ്ടില്ലെങ്കിൽ തന്നെയും എനിക്ക് ഈശോയെ നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നിടത്താണ്
നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം പരിപൂർണമാകുക. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.